ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം മുട്ട റോസ്റ്റാണ്. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ട റോസ്റ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. നമുക്ക് ആദ്യം തന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം. വെളുത്തുള്ളിയൊക്കെ ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, നല്ലതാണ്. 2-3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു കറിവേപ്പില എടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്, അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, താളിക്കാനായിട്ട് എണ്ണ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് മുട്ട ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. മുട്ട പുഴുങ്ങി കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊളിച്ചെടുക്കണം. തണുക്കുമ്പോൾ പൊളിച്ചെടുക്കണം. നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്താൽ നമ്മുടെ ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാള ഒരു 5-6 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി അരച്ചു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിലും തക്കാളി അരിഞ്ഞ് നമ്മുടെ കറിയിൽ ചേർക്കാം. അത് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ അരച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ, അതൊന്ന് ഓർക്കുക. ഇനി ഗരം മസാല കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് 1 മിനിറ്റ് ഒന്ന് പൊടികളൊക്കെ നന്നായിട്ട് മൂക്കാനായിട്ട് വയ്ക്കും. നമുക്കിനി അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുണ്ട് കേട്ടോ. നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുറുകി വരണം, അതാണ് പാകം. അപ്പോൾ നമുക്ക് മുട്ട ചേർക്കാം. അല്പം കൂടി ഒന്ന് കുറുകിക്കോട്ടെ.
ഗ്രേവി നല്ല തിക്കായിട്ട് വേണം. ഇനി നമുക്ക് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് വരഞ്ഞ ശേഷമാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് അത് സഹായിക്കും. മസാലയൊക്കെ മുട്ടയുടെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും ഒത്തിരി ഇഷ്ടമില്ലെങ്കിൽ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.